അർജന്റീന വേൾഡ് കപ്പിലെ ഗ്രൂപ്പിലെ അവരുടെ അവസാന മത്സരം കളിക്കാൻ ഇറങ്ങിയാണ്. മൂന്നാമത്തെ മത്സരം. എതിരാളികൾ ജോർദാനാണ്. 28-ാം തീയതി ഇന്ത്യൻ സമയം 7:30 AM ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ അർജന്റീന ജോർദാൻ മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മത്സരത്തിന് ശേഷം മത്സരത്തിന്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അർജന്റീന ജോർദാൻ മത്സരം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഈ രണ്ട് ടീമിന്റെയും സീനിയർ ടീമുകൾ നേർക്കുനേർ ഇതിനു മുമ്പ് കളിച്ചിട്ടേ ഇല്ല എന്നതാണ്. ജോർദാനെ സംബന്ധിച്ച് ജോർദാൻ അവരുടെ ആദ്യത്തെ വേൾഡ് കപ്പിലെത്തി. ആദ്യത്തെ 2 മത്സരം അവർ പരാജയപ്പെട്ടിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത്. ജോർദാനെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ മത്സരം അവര് ഈ ഒരു ആസ്ട്രിയക്കെതിരെ 1-3 ഗോളിന് തോറ്റു. കഴിഞ്ഞ മത്സരം അൾജീരിയക്കെതിരെ 1-2 ഗോളുകൾക്കും ഈ ഒരു ടീം ജോർദാൻ പരാജയപ്പെട്ടു. ഗ്രൂപ്പിലെ ഏറ്റവും വീക്കറായിട്ടുള്ള ഫിഫ റാങ്കിങ്ങിൽ വളരെ പുറകിലുള്ള ഒരു ടീമാണ് ഈ ഒരു ജോർദാൻ എന്ന് പറയുന്ന ടീം. അർജന്റീനയെ സംബന്ധിച്ച് ഫിഫ റാങ്കിങ്ങിൽ അവർ 1-ാം സ്ഥാനമാണ് അല്ലേ. അപ്പോൾ ലോകത്തിലെ നമ്പർ 1 ടീമാണ് അർജന്റീന. അപ്പോൾ ആ ഒരു ടീം ഈ ഒരു ജോർദാനെതിരെ കളിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ, അർജന്റീന ആദ്യത്തെ 2 മത്സരവും ജയിച്ചു. ആദ്യത്തെ 2 മത്സരവും ജയിച്ച് 6 പോയിന്റോടെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ് അർജന്റീന ഉള്ളത്. അർജന്റീനയെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരം അവർ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ആസ്ട്രിയ പരാജയപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ മത്സരം എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അൾജീരിയ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. 2 മത്സരത്തിൽ നിന്ന് 5 ഗോളുകൾ സ്കോർ ചെയ്തു. 1 ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല എന്നതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സംഭവം. അതായത് അർജന്റീന എന്ന ടീമിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് കപ്പിലെ 2 കളിയും ജയിച്ച് 6 പോയിന്റോടെ 1-ാം സ്ഥാനം. അതേസമയം ജോർദാനെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ വേൾഡ് കപ്പിൽ 2 കളിയും തോറ്റിട്ട് പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ് അവരുള്ളത്. 1 പോയിന്റും അവർക്കില്ല എന്നതാണ്. ഈ ഒരു ഗ്രൂപ്പിൽ അർജന്റീന എന്തായാലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത 2 ടീമുകൾ എന്ന് പറയുന്നത് ആസ്ട്രിയയും അതുപോലെ തന്നെ അൾജീരിയയുമാണ്. ഈ ഒരു 2 ടീമുകൾ നേർക്കുനേരാണ് അടുത്ത മത്സരം കളിക്കുന്നത്. ഇവർക്ക് 2 പേർക്കും 3 വീതം പോയിന്റും ഉണ്ട്. ഗോൾ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ഓസ്ട്രിയക്ക് 0 കഴിഞ്ഞ മത്സരത്തിൽ അവർ 2 ഗോൾ അർജന്റീനയായിട്ട് കൺസീഡ് ചെയ്തെങ്കിൽ പോലും അവരുടെ ഒരു ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 0. മറുഭാഗത്ത് അൾജീരിയയെ സംബന്ധിച്ച് ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് -2. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അർജന്റീനയ്ക്ക് +5 ഗോൾ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ജോർദാനായിട്ട് അർജന്റീന തോറ്റാലും കുഴപ്പമില്ല, ജയിച്ചാലും കുഴപ്പമില്ല, സമനിലയായാലും കുഴപ്പമില്ല, അവർ 1-ാം സ്ഥാനത്തിനെ കാണും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അർജന്റീന തോറ്റാൽ 5 ഗോളിന് തോക്കും. കൂടിപ്പോയാൽ 1-2 ഗോൾ, അതിൽ കൂടുതലൊന്നും അർജന്റീന കൺസീഡ് പോലും ചെയ്യത്തില്ല. 5 ഗോൾ ചിലപ്പോൾ അടിച്ച് അർജന്റീന ജയിച്ചാൽ ഇപ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. ജോർദാൻ അങ്ങനത്തെ ഒരു ടീമാണ്, ചെറിയ ടീമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അർജന്റീനൻ ടീമിന്റെ ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ലയണൽ സ്കലോണിന്റെ കീഴിൽ അർജന്റീന കളിച്ച മേജർ കോമ്പറ്റീഷൻസ്, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ്, കഴിഞ്ഞ 2 കോപ്പ അമേരിക്ക, ഈ ഒരു വേൾഡ് കപ്പ്, ഇതിലെ എല്ലാ മത്സരവും അർജന്റീന കളിച്ച എല്ലാ മത്സരവും കണ്ട ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആദ്യം 2021 പോകാം. 2021 അർജന്റീന കോപ്പ അമേരിക്ക നേടി. ആ ഒരു കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ടീമുകളിൽ ഒന്നാണ് അർജന്റീന. പക്ഷേ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഏറ്റവും കുറവ് ഗോളുകൾ കൺസീഡ് ചെയ്ത ടീം അത് അർജന്റീനയാണോ? അല്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് വരാം. കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴും അർജന്റീനയെ സംബന്ധിച്ച് അർജന്റീനയുടെ ഡിഫൻസ് അത്ര മികച്ചതൊന്നും അല്ല. അറ്റാക്കിംഗ് കിടിലനാണ്, പക്ഷെ ഡിഫൻസ് അത്ര മികച്ചൊരു ഡിഫൻസ് അല്ലായിരുന്നു. ഈ 2 ടൂർണമെന്റ് 2021 നടന്ന കോപ്പയായാലും 2022 നടന്ന വേൾഡ് കപ്പ് ആയാലും അർജന്റീനയെ സംബന്ധിച്ച് അറ്റാക്കിംഗ് പൊളിയാണ്. പക്ഷെ ഡിഫൻസ് അത്ര മികച്ചതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അർജന്റീനയുടെ നല്ലൊരു ഡിഫൻസീവ് പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അർജന്റീന ബ്രസീൽ കോപ്പ അമേരിക്ക ഫൈനലായിരുന്നു. ആ 2 ടൂർണമെന്റ് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര ലെവലിലുള്ള ഒരു പെർഫോമൻസ് ഡിഫൻസീവായിട്ട് അർജന്റീന നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു വേൾഡ് കപ്പിന്റെ ഫൈനൽ തന്നെ എടുക്കുക, 2 ഗോളിന് ലീഡ് നേടിയതിനു ശേഷം 2 ഗോളുകൾ കൺസീഡ് ചെയ്തു, സമനിലയായി. പിന്നെ 1 ഗോൾ കൂടെ അടിച്ച് ലീഡ് നേടുന്നു, പിന്നെയും ഗോൾ കൺസീഡ് ചെയ്ത് വീണ്ടും സമനിലയായി, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് നെതർലാൻഡ്സിനെതിരെയുള്ള മത്സരം. 2 ഗോളിന്റെ ലീഡ് ഉണ്ടായിരുന്നു, ഗോളുകൾ അവസാനം കൺസീഡ് ചെയ്തിട്ട് പിന്നെയും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകും നമ്മൾ കണ്ടു. അങ്ങനെ ഡിഫൻസീവ് ആയിട്ട് അത്ര മികച്ച ടീം ആയിരുന്നില്ല അർജന്റീന ആ 2 ടൂർണമെന്റിലും. എന്നാൽ കഴിഞ്ഞ ടൂർണമെന്റ് നിങ്ങൾ എടുക്കുക, കഴിഞ്ഞ കോപ്പ അമേരിക്ക എടുക്കുക. കഴിഞ്ഞ കോപ്പ അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അർജന്റീന ആകെ കൺസീഡ് ചെയ്തത് ഒരൊറ്റ ഗോളാണ്. ആ ഒരു ടൂർണമെന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അർജന്റീന കൺസീഡ് ചെയ്തത് ഒരേ ഒരു ഗോളാണ്, ഒരൊറ്റ ഗോൾ.
എനിക്ക് തോന്നുന്നു ഇക്കഡോറിനെതിരെയാണെന്ന് തോന്നുന്നു 1-1 ഡ്രായ് ആയ മത്സരം ഉണ്ടായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇവർ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെസ്സി പെനാൽറ്റി മിസ്സാക്കിയതിന് ശേഷം പോലും അർജന്റീന 2-4 എന്ന ആ ഒരു പെനാൽറ്റി അഗ്രിഗേറ്റിൽ 2-4 എന്ന സ്കോറിനായിരുന്നു അർജന്റീന ജയിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ മാത്രമാണ് അർജന്റീന ഗോള് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നടന്ന മത്സരമായാലും സെമി ആയാലും ഫൈനലായാലും അർജന്റീന ഗോളേ കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൂർണമെന്റ്, അതായത് കഴിഞ്ഞ കോപ്പ അമേരിക്ക 2024 നടന്ന കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീം 12 ഗോളുകൾ 5 മത്സരങ്ങളിൽ നിന്ന് സ്കോർ ചെയ്ത ടീമായിരുന്നു ഒരു കൊളംബിയ. ആ ഒരു ടൂർണമെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം. ഒരു പക്ഷേ അർജന്റീനയേക്കാൾ മികച്ച ടീം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആ ഒരു ടൂർണമെന്റിൽ അത്രയും മികച്ചൊരു പെർഫോമൻസ് കൊളംബിയ നടത്തിയിരുന്നു. അങ്ങനെ ഫൈനലിലേക്ക് എത്തിയ കൊളംബിയക്ക് എന്താ പറ്റിയേ? ഫൈനലിൽ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റില്ല. ഇതില്ലാത്ത ഒരു ഗോളിന് അർജന്റീന ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ഗോൾ പോലും ഫൈനലിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ആ കൊളംബിയ ടീമിന്. ഫൈനൽ വരെ ആ ഒരു ടൂർണമെന്റിലെ ബെസ്റ്റ് ടീം കൊളംബിയ ആയിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീമായിരുന്നു. 12 ഗോളുകൾ 5 കളിയിൽ അവർ അടിച്ചു കൂട്ടി. അങ്ങനെ ഫൈനലിലേക്ക് എത്തിയ കൊളംബിയക്ക് ആ ഒരു ഫൈനലിൽ ഒരു ഗോൾ പോലും അർജന്റീനയ്ക്കെതിരെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ഇതില്ലാത്ത ഒരു ഗോളിന് അർജന്റീന ജയിക്കുന്നതാണ് കണ്ടത്. അതായത് അർജന്റീന ഒരു അറ്റാക്കിംഗ് ടീമിൽ നിന്നും ഒരു ഡിഫെൻസീവ് ടീമിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ്. അതിനർത്ഥം അർജന്റീനയുടെ അറ്റാക്ക് മോശമാണെന്നല്ല. മെസ്സി കളിക്കുന്ന ടീമിന്റെ അറ്റാക്ക് മോശമാകുമോ? ഒരിക്കലാകത്തില്ല. മെസ്സി കളിക്കുന്ന ടീമിന്റെ അറ്റാക്കിങ് വേറെ ആയിരിക്കും, വേറെ ലെവലായിരിക്കും. പക്ഷേ അർജന്റീന ഡിഫെൻസീവ് വൈസ് നന്നായിട്ട് ബാലൻസ് ആയി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കഴിഞ്ഞ വേൾഡ് കപ്പ്, ഈ ഒരു വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ഡിഫൻസ് കഴിഞ്ഞ 2 കളി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഒരു മിസ്റ്റേക്ക് അർജന്റീന ഡിഫൻസ് വരുത്തിയ ഒരു മിസ്റ്റേക്ക്. ചിലർ പറയുന്നത് നമുക്ക് കാണാമായിരുന്നു. ഫസ്റ്റ് മത്സരത്തിൽ അൾജീരിയ ഗോൾ നേടിയിരുന്നു, ഒരു ഓഫ് സൈഡ് ഗോൾ. അത് ഓഫ് സൈഡ് ഗോളാണ്. അതിൽ ആ ഒരു ഗോൺസാലോ മോണ്ടിയലിന്റെ എറർ ഉണ്ട്. അവിടെ ആൾക്ക് മാർക്കിംഗ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവിടെ ആ ഒരു സ്പേസിലൂടെ ആ ഒരു ബോൾ അകത്തോട്ട് പോവുകയും അത് ആ ഒരു പ്ലെയർ എടുത്ത് ഗോളാക്കുകയും ചെയ്തത്. ശരിയാണ്, പക്ഷെ അത് ഓഫ് സൈഡാണ്. ഓഫ് സൈഡ് എന്ന് പറയുന്ന സാധനം ഡിഫൻസ് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഡിഫൻസ് ഓഫ് സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അതൊരു ഡിഫൻസീവ് എററേ അല്ല. അപ്പം അത് ആ രീതിയിൽ നമ്മൾ എടുക്കേണ്ട ഒരു പരിപാടിയാണ്. അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് പെർഫെക്റ്റ് ആയിട്ട് അർജന്റീന വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു എററായിട്ട് തന്നെ ഞാൻ കാണുന്നില്ല. ആ ഒരു പ്ലെയറിന്റെ മിസ്റ്റേക്കാണ്, ഗോൺസാലോ മോണ്ടിയലിന്റെ മിസ്റ്റേക്കാണ്, നോ ഡൗട്ട്. പക്ഷേ അത് ടീമിന്റെ ഒരു ഡിഫൻസീവ് എററായിട്ടൊന്നും ഞാൻ കാണത്തില്ല. അപ്പോൾ അതല്ലാതെ വേറെ ഒന്നും നമുക്ക് എടുത്തു പറയാനില്ല. കഴിഞ്ഞ 2 കളി നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസീവ് ആയിട്ട് അർജന്റീന നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അറ്റാക്കിങ് നോക്കിക്കഴിഞ്ഞാൽ 5 ഗോളും അടിച്ചിട്ടുണ്ട് 2 കളിയിൽ. 5 ഗോൾ അടിച്ചത് മെസ്സിയാണ്. ടീം ക്രിയേറ്റ് ചെയ്ത ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ ടീമിന്റെ ആ ഒരു മറ്റ് സ്കോറേഴ്സ്, മറ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്ന പ്ലേയേഴ്സിന്റെ അളവും കുറവാണ്. എല്ലാം ശരിയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനയുടെ ഡിഫൻസ് സോളിഡ് ആണ്. കഴിഞ്ഞ 2 കളിയിലും സോളിഡ് ഡിഫൻസ് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഒരു ചാൻസ് അവർക്ക് കിട്ടുന്നില്ലായിരുന്നു, ഒരു ചാൻസ്. ഓസ്ട്രിയയെ സംബന്ധിച്ച് മിഡ്ഫീൽഡിൽ അർജന്റീനയ്ക്ക് മുകളിൽ ഒരു ആധിപത്യം പുലർത്താൻ ഓസ്ട്രിയക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ അവരുടെ ആ ഒരു പ്രസ്സിങ് ഗെയിം പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അർജന്റീന അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യ കളിയിൽ ഒരു രീതിയിലും വെല്ലുവിളിയില്ലായിരുന്നു. അറ്റാക്കിംഗ് ബേസ് അവർ കുറച്ച് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രിയയെക്കാട്ടിലും. പക്ഷേ അവരെ പെർഫെക്റ്റ് ആയിട്ട് അർജന്റീനിയൻ താരങ്ങൾ കൂട്ടുകയും ചെയ്തു. അവർക്കെതിരെ 3 ഗോൾ അടിച്ചു, ഓസ്ട്രേലിയക്കെതിരെ 2 ഗോൾ അടിച്ചു. അറ്റാക്കിംഗ് ബേസിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടീമിന്റെ ഇൻവോൾവ്മെന്റ്. നിങ്ങൾ മിഡ്ഫീൽഡ് എടുക്കുക. കഴിഞ്ഞ കളിയിൽ 2 കളിയിൽ മിഡ്ഫീൽഡിൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല ലയണൽ സ്കലോണി. ആ ഒരു 3 മിഡ്ഫീൽഡേഴ്സ്, മെക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ ഡീപോൾ, ഈ 3 മിഡ്ഫീൽഡേഴ്സും അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷനെക്കാട്ടിലും കൂടുതൽ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 2 കളി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അർജന്റീന സാധാരണ 4-4-2 ഫോർമേഷൻ ആണല്ലോ. ഡിഫെൻസീവ് ആയിട്ട് അർജന്റീന കളിക്കുന്ന സമയത്ത് 4-4-2 ഫോർമേഷൻ പെർഫെക്റ്റ് ആയിട്ട് 4-4-2 ആണ്. അതേസമയം അറ്റാക്കിംഗ് ബേസിലേക്ക് വരുമ്പോൾ ഈ 4-4-2 ഫോർമേഷൻ ചില സമയങ്ങളിൽ 4-3-3 ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് അർജന്റീനയുടെ ആ ഒരു 3 മിഡ്ഫീൽഡേഴ്സ് പ്രോപ്പർ മിഡ്ഫീൽഡേഴ്സിനെയാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിങ്ങറിനെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിങ്ങർ അറ്റാക്കിംഗ് വരുമ്പോൾ അവർ വിങ്ങിലോട്ട് പോകുമ്പോൾ 4-3-3 ആയി മാറുന്നത് കാണാം. ഡിഫെൻസീവ് ആയിട്ട് വരുമ്പോൾ അത് 4-4-2 ആയിട്ട് മാറുന്നത് കാണാം. 4-4-2 ആയിട്ട് പെർഫെക്റ്റ് ഡിഫെൻസീവ് ഗെയിം അർജന്റീന കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-3-3 ആക്കിക്കൊണ്ട്
നന്നായിട്ട് മെസ്സിയെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള അറ്റാക്കിംഗ് ഫുട്ബോളും അർജന്റീന കളിക്കുന്നുണ്ട്. ആകെ ഉള്ളൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു വൺ മാൻ അറ്റാക്കിംഗ് സിസ്റ്റം പോലെയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 കളിയിലും മെസ്സി മാത്രമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. മെസ്സിയിലൂടെയാണ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മെസ്സിയെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടീമായിട്ട് ഈ ഒരു ടൂർണമെന്റിൽ അർജന്റീന ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു ചെറിയ വീക്ക് പോയിന്റ് ആണ്. കാരണം ഒരു ടീം ഒരു പ്ലെയറെ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫുൾ ടീം യൂട്ടിലൈസ് ചെയ്ത് ഫുൾ ടീമായിട്ട് കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആകുക. കഴിഞ്ഞ ടൂർണമെന്റ്, അതായത് കഴിഞ്ഞ 3 ടൂർണമെന്റിൽ നമുക്ക് അതുപോലത്തെ ഒരു അർജന്റീനയെ കാണാൻ പറ്റിയെങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒരു അർജന്റീനയല്ല കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. 2 കളി വെച്ചിട്ട് ഒന്നും വിലയിരുത്താൻ പറ്റത്തില്ല. ഈ ഒരു ജോർദാൻ മത്സരം കൂടെ കഴിയുമ്പോൾ ഏകദേശം നമുക്കൊരു പിടി കിട്ടും എന്നതാണ്. അപ്പോൾ ഈ ജോർദാൻ എതിരുള്ള മത്സരത്തിൽ ഈ അർജന്റീന മാധ്യമമായിട്ടുള്ള TYC സ്പോർട്സ് പറയുന്ന അനുസരിച്ച് കുറേ മാറ്റങ്ങൾ അർജന്റീന വരുത്താൻ സാധ്യതയുണ്ട്. ലയണൽ മെസ്സി എന്തായാലും ആദ്യ 11ൽ തന്നെ കാണും എന്ന് തന്നെയാണ് ആ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അർജന്റീനയുടെ റിപ്പോർട്ടുകൾ നൽകുന്ന ഒരു അർജന്റീന മാധ്യമമാണ് കേട്ടോ. അപ്പോൾ അവരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അറ്റാക്കിങ്ങിൽ ഈ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ലൗറ്ററോ മാർട്ടിനസ് ആണ് കഴിഞ്ഞ 2 കളിയിലും സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ജൂലിയൻ ആൽവാരസ് വരാനുള്ള സാധ്യതകൾ പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് വിങ്ങിൽ കളിച്ചിരുന്നത് ഈ ഒരു തിയാഗോ അൽമേഡ ആയിരുന്നു. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് നിക്കോളസ് ഗോൺസാൽവസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കളിക്കാത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, സിമിയോണി, അതുപോലെ തന്നെ ബാർക്കോ, ആ യങ്സ്റ്റർ, പിന്നെ ലോസെൽസോ, അതുപോലെ ആദ്യ 11 കളിക്കാത്ത പെരേഡസ്, ഇങ്ങനെയുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു മത്സരത്തിൽ കളിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഡിഫൻസിലെ ക്രിസ്റ്റ്യൻ റൊമേറോ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആൾക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഇഞ്ചുറി പറ്റിയിരുന്നു. അതൊരു വലിയ സീരിയസ് ഇഞ്ചുറി അല്ലെങ്കിലും ഈ ഒരു മാച്ച് ആളെ ഉപയോഗിക്കാതിരിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നാണ് ഈ ഒരു TYC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ ഒരു ഡിഫൻസ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ, അർജന്റീനയുടെ ഡിഫൻസ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ, കീപ്പർ നമുക്ക് നല്ല രീതിയിലുള്ള ട്രസ്റ്റ് ആളിലുണ്ട്, ഒരു സംശയം വേണ്ട. എമിലിയാനോ മാർട്ടിനസ് ഇല്ലെങ്കിൽ പല കപ്പുകളും അർജന്റീനയ്ക്ക് കിട്ടാൻ പോലും പോകുന്നില്ല. അപ്പോൾ മാർട്ടിനസ് തന്നെയാണ് കീപ്പർ, അതിൽ ഒരു സംശയം വേണ്ട. ഡിഫൻസിലേക്ക് വരുമ്പോൾ 2 സെന്റർ ബാക്സും ഈ ഒരു ടൂർണമെന്റിൽ കളിച്ച 2 കളിയിലും പെർഫെക്റ്റ് ആയിട്ട് അവരുടെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്, നോ ഡൗട്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ച ഗോൺസാലോ മോണ്ടിയൽ ആയാലും ശരി, അതുപോലെ തന്നെ ഈ ഒരു നഹുൽ മോളിനി ആയാലും ശരി, ഈ 2 പേരും കഴിഞ്ഞ 2 കളിയിലും മാറി മാറി കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സബ്ബായിട്ട് വന്നിട്ടും ഈ 2 പേരും കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ പെർഫോമൻസ് ഞാൻ ഇവരിൽ വലിയൊരു പ്രതീക്ഷ വെച്ചിരുന്നതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. കഴിഞ്ഞ കോപ്പയിലായാലും നമുക്ക് ആ ഒരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൂർണമെന്റിൽ കഴിഞ്ഞ 2 കളിയിലും 2 പേരും ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. 2 പേരും, ഒരാളെ മാത്രം പറയാൻ പറ്റത്തില്ല, 2 പേരും ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം മെദീന, ഞാൻ ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അർജന്റീനയുടെ പ്രതീക്ഷകളെ കുറിച്ച് സംസാരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ലൈവുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, അർജന്റീനയുടെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് അവിടെ താഗ്ലഫിക്കുണ്ട്, ആൾക്ക് ഇഞ്ചുറി പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു പൊസിഷൻ അവിടെയാണ് യഥാർത്ഥത്തിൽ അർജന്റീനയെ സംബന്ധിച്ച് അർജന്റീനയുടെ വീക്ക് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ മെദീന വേറെ ലെവലാണ്. കഴിഞ്ഞ 2 കളി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആൾ മിസ്റ്റേക്സ് ഒന്നും ചെയ്തിട്ടില്ല. ആളുടെ പ്രോപ്പർ ഡിഫെൻഡിങ്, ആൾ അറ്റാക്കിങ്, നല്ല രീതിയിലുള്ള അറ്റാക്കിങ് കോൺട്രിബ്യൂഷൻസ് ആളുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിലും ഒന്നും ആൾ കളിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയൊക്കെ കളിച്ചൊരു പ്ലെയറെ പോലെയാണ് മെദീനയുടെ പെർഫോമൻസ് കാണാൻ കഴിയുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അർജന്റീനയെ സംബന്ധിച്ച് ഒരു വിങ് ഭയങ്കര വീക്കാണ്. ഈ ഒരു റൈറ്റ് ബാക്ക് പൊസിഷൻ അവിടെ കളിക്കുന്ന 2 പേരുടെയും പെർഫോമൻസ് ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ പ്രതീക്ഷിച്ചൊരു ലെവലിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല, ഇനി എത്തുമായിരിക്കും അറിയത്തില്ല. പക്ഷേ ഈ ഒരു റൈറ്റ് ബാക്ക് പൊസിഷൻ, ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ ഞാൻ ഏറ്റവും കൂടുതൽ കൺസേൺ, എന്നെ സംബന്ധിച്ച് ഏറ്റവും അർജന്റീനയുടെ വീക്കായിട്ട് ഞാൻ കണ്ട ഒരു പൊസിഷനാണ് ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ. അതുപോലെ ലെഫ്റ്റ് വിങ് പൊസിഷൻ. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മെദീന കിടിലൻ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് വിങ് ഞാനൊരു വീക്കായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മറ്റ് ടീമുകളുടെ ലെഫ്റ്റ് വിങ്ങേഴ്സിനെ നിങ്ങൾ എടുത്ത് നോക്കിക്കേ, അവരെ അപേക്ഷിച്ച് അർജന്റീനയുടെ ലെഫ്റ്റ് വിങ്ങേഴ്സ് അത്ര മികച്ചവരല്ല. ഇപ്പോൾ ഫ്രാൻസിന്റെ ലെഫ്റ്റ് വിങ്, അല്ലെങ്കിൽ ജർമ്മനിയുടെ ലെഫ്റ്റ് വിങ്, സ്പെയിനിന്റെ ലെഫ്റ്റ് വിങ്, അതുപോലെ പോർച്ചുഗലിന്റെ ലെഫ്റ്റ് വിങ് എടുക്കാം. അങ്ങനെ പല ടീമുകളുടെ ലെഫ്റ്റ് വിങ്ങിനെക്കാട്ടിലും അർജന്റീനയുടെ ലെഫ്റ്റ് വിങ് വീക്കാണ്. ഈ ഒരു ബ്രസീലിന്റെ ലെഫ്റ്റ് വിങ് വിനീഷ്യസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു
ലെഫ്റ്റ് വിങ് അർജന്റീനയെ സംബന്ധിച്ച് കുറച്ച് വീക്കാണ്. പക്ഷേ അർജന്റീന 4-4-2-ൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് തിയാഗോ അൽമേഡ. അത് അദ്ദേഹം കഴിഞ്ഞ 2 കളിയിലും തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഗോൺസാൽവേസ് ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്ക് ഓൾറെഡി പ്രൂവണാണ്. മെസ്സിക്ക് കൊടുത്തിട്ടുള്ള അസിസ്റ്റുകളൊക്കെ കണ്ടാൽ മതി, ആൾ ഓൾറെഡി പ്രൂവണാണ്. ഇനി ആകെ വേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സി അല്ലാതെ ഒരു സ്കോറർ വേണം. ഇതിപ്പോൾ നിങ്ങൾ ഏത് ടൂർണമെന്റ് എടുത്തു കഴിഞ്ഞാലും മെസ്സിയെ ഫോക്കസ് ചെയ്ത് അർജന്റീന കളിച്ചിട്ടുണ്ട്. 2021 കോപ്പ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോള്, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് എല്ലാം മെസ്സിയായിരുന്നു. ടീമിന് വേണ്ടി A to Z കാര്യങ്ങൾ ചെയ്തിരുന്ന മെസ്സിയായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ ജൂലിയൻ ആൽവാരസിന്റെ നല്ലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു അറ്റാക്കിങ്ങിൽ. 4 ഗോളൊന്നും ആൾ സ്കോർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കോപ്പയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സി ആകെ സ്കോർ ചെയ്ത 1 ഗോളാണ്. എനിക്ക് തോന്നുന്നു അത് പെനാൽറ്റി ആണെന്ന് തോന്നുന്നു. ബാക്കി സ്കോറിംഗ് ഒക്കെ വന്നിട്ടുള്ളത് മറ്റ് പ്ലേയേഴ്സിൽ നിന്നാണ്. ആ ഒരു ലൗട്ടറോ മാർട്ടിനസ് കിടിലൻ കളി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അറ്റാക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല. ആ ഒരു ലെവൽ പെർഫോമൻസ് കിട്ടുന്നില്ല. ഞാൻ ഈ ഒരു മത്സരത്തിൽ ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. മെസ്സി കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ 11. ഡിഫൻസിൽ എന്തായാലും സെന്റർ ബാക്ക് പൊസിഷനിൽ ഒരു ചേഞ്ചെങ്കിലും വരാൻ, മിനിമം ഒരു ചേഞ്ചെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മിഡിൽ, അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഇതുവരെ അർജന്റീന കഴിഞ്ഞ 2 കളിയിൽ ലയണൽ സ്കലോണി ചേഞ്ച് ചെയ്യാത്തൊരു ഒരൊറ്റ മേഖല മിഡ്ഫീൽഡാണ്. സ്റ്റാർട്ടിങ് അതേ 3 മിഡ്ഫീൽഡേഴ്സിനെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മിനിമം ഒരു 2 പേരെങ്കിലും, ഒരു പക്ഷേ 3 പേരെ മാറ്റിയാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ മിനിമം ഒരു 2 ചേഞ്ചെങ്കിലും മിഡ്ഫീൽഡിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിലും ഞാൻ ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതേസമയം മറുഭാഗത്ത് ജോർദാനെ സംബന്ധിച്ച് ആദ്യത്തെ വേൾഡ് കപ്പിലെ 2 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു. അവരെ സംബന്ധിച്ച് ഒരു പോയിന്റ് നേടാൻ പറ്റുന്ന 2 മത്സരങ്ങളായിരുന്നു, 2 എതിരാളികളായിരുന്നു. ആ 2 എതിരാളികളോടും അവർ വലിയ രീതിയിൽ പരാജയപ്പെട്ടു. പക്ഷേ ആ 2 മത്സരത്തിൽ അവർ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. 2 മത്സരത്തിൽ ഓരോ ഗോൾ വീതം അടിച്ചിട്ടാണ് അവരിപ്പോൾ അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്കെതിരെ ഒരു ഗോൾ അടിക്കുക, ഇല്ലെങ്കിൽ ഒരു സമനിലയെങ്കിൽ അറ്റ്ലീസ്റ്റ് പിടിക്കുക എന്ന് പറയുന്നത് അവരുടെ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ടീമാണ് ജോർദാൻ. അവരെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും കിട്ടാനും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിൽ ഒരു സമനില അല്ലെങ്കിൽ ഒരു ഗോൾ അതെങ്കിലും അവർ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അർജന്റീനയെ സംബന്ധിച്ച് ക്ലീൻ ഷീറ്റോട് കൂടി ഒരു ബിഗ് വിൻ ഈ ഒരു ടൂർണമെന്റിൽ ഇതുവരെ കണ്ട അർജന്റീനയുടെ 2 വിജയങ്ങളെക്കാൾ വലിയൊരു വിജയം, 4-5 ഗോളിനൊക്കെ അർജന്റീന ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.